Hi dear students, welcome to geography class. Did you completed our previous class work? Okay, today we can continue our chapter. Today our topic is longitude and time. Now we can study what are the relation between this longitude and time. Do you know how time was measured before the invention of clock? Nowadays we use clock, watch, smartphone, etc. But the earlier time, by the movement of earth, the sun and the planets helped to find out the time. Where is sunrise? Yes, sun rises in the east. The sun regularly rises and sets every day, and naturally it is the best timekeeper throughout the world. Local time can be recognized by the shadow cast by the sun, which is the shortest at noon and longest at sunrise and sunset. വേൾഡിൽ മൊത്തത്തിലുള്ള നാച്ചുറൽ ടൈം കീപ്പർ ആരാണ്? യെസ്, സൺ ആണ്. സണ്ണ് റെഗുലർലി റൈസസ് ആൻഡ് സെറ്റ് എവറി ഡേ. ഓരോ പ്ലേസിലെ ലോക്കൽ ടൈം സൂര്യനിൽ നിന്ന് വരുന്ന ഭൂമിയിൽ പതിക്കുന്ന നിഴലിലൂടെയാണ് മെഷർ ചെയ്യുന്നത്. ഷാഡോയിന് ബേസ് ചെയ്തിട്ടാണ്. ന്യൂൺ ടൈമിലാണെങ്കിൽ ഏറ്റവും ചെറിയ ഷാഡോയും സൺറൈസിനും അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ ടൈമിലായിരിക്കും ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഷാഡോയും കാണുന്നത്. ലുക്ക് ദിസ് പിക്ചർ. ഇവിടെ എന്താണ്, ഒരു കമ്പ് നാട്ടി വെച്ചിട്ടുണ്ട് അല്ലേ? ഈ കമ്പിൻ്റെ ഷാഡോയിനെ അനുസരിച്ച് ടൈം പണ്ട് കാലത്ത് ആളുകൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്ന ഷാഡോയിൽ എന്താണ്, നേരിയൊരു ഷാഡോയുള്ളൂ കാണുന്നുള്ളൂ. അപ്പോൾ അതെന്താണ്, ആ ടൈം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 1 o'clock ആണ്. ഇനി 2 o'clock ആകുമ്പോൾ എന്താണ്, ഈ ഷാഡോനേക്കാളും കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. 3 o'clock ആകുമ്പോഴോ അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ എന്താണ്, മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും, അതായത് സൺസെറ്റിൻ്റെ സമയത്ത് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഷാഡോയും, നൂൺ ടൈമിലാണെങ്കിൽ എന്താണ്, സ്മോളസ്റ്റ് ആയിട്ടുള്ള നീളം കുറഞ്ഞ ഷാഡോയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരുന്നു പണ്ട് കാലത്ത് ആളുകൾ ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. Then the prime meridian of Greenwich has the sun at the highest point in the sky. All the places along this meridian will have midday or noon. സണ്ണ് പ്രൈം മെറിഡിയൻ്റെ മുകളിലെത്തുമ്പോൾ എന്താ ഹയസ്റ്റ് പോയിന്റിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ മെറിഡിയൻ കടന്നു പോകുന്ന പ്ലേസസിലെല്ലാം തന്നെ എന്തായിരിക്കും, നൂൺ ആയിരിക്കും, നൂൺ ഓർ മിഡ് ഡേ. ഓക്കെ. The earth rotates from dash to dash. Which direction to which direction? East to west or west to east? Yes, the earth moves from west to east. Those places east of Greenwich will be ahead of Greenwich time, and those to the west will be behind it. Time of a place being decided by the movement of the earth. The earth rotates from west to east. This is the prime meridian in the, that is Greenwich line. ഗ്രീൻവിച്ചിൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള പ്ലേസസ്, ദിസ് ഈസ് ഈസ്റ്റ് ഡയറക്ഷൻ, ദിസ് ഈസ് വെസ്റ്റ് ഡയറക്ഷൻ. ഇതിൻ്റെ ഈസ്റ്റ് പ്ലേസസിലുള്ള ടൈം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് ടൈമിനേക്കാളും മുമ്പിലായിരിക്കും ഉണ്ടാവുക. വെസ്റ്റ് സൈഡിലാണെങ്കിലോ ഗ്രീൻവിച്ച് ടൈമിനേക്കാളും പിറകിലായിരിക്കും ഉണ്ടാകുന്നത്. ഗ്രീൻവിച്ച് പ്ലേസിൽ ടൈം 12 noon ആണെങ്കിൽ ഈ സൈഡിൽ എന്തായിരിക്കും, വെസ്റ്റ് ഈസ്റ്റ് സൈഡിൽ PM വെസ്റ്റ് സൈഡിൽ എന്താണ്, AM ആയിരിക്കും. ഓക്കെ. ദെൻ ദ 12 o'clock ഗ്രീൻവിച്ച് ടൈം 12 o'clock നൈറ്റ് ആണെങ്കിലോ, ഹിയർ ഇൻ ദ ഈസ്റ്റ് സൈഡ് ഈസ് AM ആൻഡ് ദ വെസ്റ്റ് സൈഡ് ഈസ് PM. ഓക്കെ. ദ റേറ്റ് ഓഫ് ഡിഫറൻസ് വി ക്യാൻ ബി കാൽക്കുലേറ്റ്. The earth rotates 360 degrees in about 24 hours. Here the earth rotates
360 degree in 24 hours. How many degree earth rotate in an hour? That we can find. ഒരു അവർ കൊണ്ട് എർത്ത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു കണ്ടുപിടിക്കാം. 1 ഹവറിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 360 divided by 24. That means that is 15. That is 15 degree rotates. Okay. 1 hour കൊണ്ട് എർത്ത് 15 degree rotate ചെയ്യുന്നു. Now we can find 1 degree rotate ചെയ്യാൻ എർത്തിന് എത്ര ടൈം വേണം നോക്കാം. 1 hour means 60 minutes. 60 divided by 15. That is 4. That we can say 4 minutes. We can solve this. We get 4. Now you can look here. 360 minutes rotate ചെയ്യാനായിട്ട് 24 hours വേണം. 1 hourൽ എത്ര റൊട്ടേറ്റ് ചെയ്യും? 15 degree റൊട്ടേറ്റ് ചെയ്യും. ഇതിൽ 1 degree റൊട്ടേറ്റ് ചെയ്യാൻ എർത്തിന് എത്ര ടൈം വേണം? 4 minutes വേണം. Do you understand this? Okay. We can do an example. When it is 12 noon at Greenwich, what the time at 15 degree east of Greenwich? അതായത് ഗ്രീൻവിച്ചിൽ 12 o'clock 15 degree ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ചിൽ എത്രയായിരിക്കും ടൈം എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഹൗ വി ക്യാൻ ഫൈൻഡ് ദിസ്? ഗ്രീൻവിച്ചിൽ 12 noon ഉള്ളത്. സോ 15 degree ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 15 degree ഈസ്റ്റിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് സോ വി ക്യാൻ ഡു 15 into to rotate 1 degree earth take 4 minutes. So we can calculate the how many time to take to rotate 15 degree. So we can do 15 into 4. That is what we get 60 minutes. 60 minutes means that is equal to 1 hour. So we can say 1 hour ahead of Greenwich time. 1 hour ആണ് ഇതിനേക്കാളും, അതായത് ഗ്രീൻവിച്ച് ടൈമിൽ 12 o'clock ആണ് ഉള്ളത്. ഇതിനേക്കാളും 1 hour കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് 13 means we can say 1 o'clock. 1 AM or PM? 1 PM. noon ആകുമ്പോൾ എന്താണ് ഇങ്ങോട്ട് പോകുന്നൊരു പോസ്റ്റ് മെറീഡിയനെ വരുന്നത്. ഹിയർ ടൈം ഈസ് 1 PM. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഓക്കെ, in the same way we can find the time of 15 degree west of Greenwich. Greenwich time is 12 o'clock at noon time, and the 15 degree west നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ക്യാൻ ടേക്ക് 15 into 1 degree for rotating take 4 minutes. 15 into 4, that is 60 minutes. 60 minutes equal to 1 hour. So we can say that is what behind of Greenwich time. ഈ ഗ്രീൻവിച്ച് ടൈമിനേക്കാളും എന്താണ് 1 hour കുറവായിരിക്കും അല്ലേ? സോ വി ക്യാൻ സേ 12 minus 1, that is 11. 11 AM or PM? 11 AM. ഓക്കെ, 11 AM ആണ് അവിടുത്തെ ടൈം എന്ന് പറയുന്നത്. വെസ്റ്റ് ഓഫ് ദ ഗ്രീൻവിച്ച് 15 degree വെസ്റ്റ് ഓഫ് ദ ഗ്രീൻവിച്ച് ടൈം ഈസ് 11 AM, and 15 degree east of the Greenwich that place time is 1 PM. Okay, now we can calculate how many time take to rotate 180 degree. 180 degree rotate ചെയ്യാൻ എത്ര ടൈം വേണമെന്ന് നോക്കാം. 180 degree into 1 degree equal to 4 minutes. So we can calculate this 180 into 4, that is 700
20 minutes. Now we can convert this into hours. So how we can convert this? 720 divided 1 hour include how many minutes? 60 minutes. So we can solve this. 720 divided 60 equal to 12. What time? 12 o'clock. Okay. Here we can say it will be midnight when it is 12 noon at Greenwich. 180 ഡിഗ്രിയിലുള്ള പ്ലേസ് 12 o'clock മിഡ്നൈറ്റ് ആണെങ്കിൽ 12 o'clock എന്നുള്ള ടൈം മിഡ്നൈറ്റ് ആണെങ്കിൽ, അതായത് രാത്രി അർദ്ധരാത്രി ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഏത് വരുന്നത്? നമ്മുടെ ഗ്രീൻവിച്ച് വരുന്നത്. ടോട്ടൽ എത്രയാണ്? 360 ലോങ്ങിറ്റ്യൂഡിനൽ ലൈൻസാണ് ഉള്ളത്. ഗ്രീൻവിച്ച് പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിലേക്കും 180 ഉണ്ട്, ഈ സൈഡിലേക്കും എന്താണ് 180 ഉണ്ട് അല്ലേ? സോ ഇവിടെ ഈ പ്ലേസ് 180 ഡിഗ്രി ഉള്ള ഈ പ്ലേസിൽ 12 o'clock മിഡ്നൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഏതുള്ളത്? ഗ്രീൻവിച്ച് ഉള്ളത്. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 12 o'clock ആണ്, ബട്ട് ദാറ്റ് ഈസ് നൂൺ ടൈം ആണ് ഉള്ളത്. വാട്ട് ഈസ് ഹിയർ? ദ നൂൺ ടൈം. 12 o'clock ഇവിടെ മിഡ്നൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗ്രീൻവിച്ചിൽ ഏതാണ് ടൈം? 12 o'clock noon ആണ് ഉള്ളത്. ഓക്കെ. So we can say each place were different times. The sun does not shine equally on all longitudes at a time. What is the reason? That is the movement of the earth. When it is 12 noon at a time, the sun is not visible on the either side of the earth. That place were midnight. What is the reason? When the earth move 1 degree, the time difference is 4 minutes. That is the reason. Okay. Next, standard time. The time at a particular place is said to be the local time. The local time of places which are on different meridians are bound to different. We can take the example. It will be difficult to prepare a timetable for trains which cross several longitudes. Several longitudes are passing through our earth. In India, for instance, there will be a difference of about 1 hour and 45 minutes in the local time of Dwaraka in Gujarat and Dirburgai in Assam. Look this figure. You can see this. From this place to this place, what is the time difference? 1.45 minutes. 1 hour 45 minutes difference. Okay. Now you can look the places. This is the Dirburgai place in Assam. This place is the Dwaraka in Gujarat. This red point is the place of Dwaraka. Okay. These two places time difference is 1 hour 45 minutes. Okay. It is therefore necessary to adopt the local time of some central meridians of a country as the standard time for the country. In India, the longitude of 82.5 degree east longitude is treated as the standard meridian. This is the standard meridian. Okay. Here 82.5
degree east longitude. This is located at Allahabad. Okay. This standard meridian gives the time for all over the India. This time is called Indian Standard Time, IST, Indian Standard Time. Okay. 82.5 degree east at Allahabad is considered the standard meridian of India, which gives the time for all over the India. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറിഡിയനാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഒരുപാട് മെറിഡിയൻസ് നമ്മുടെ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ നോക്കിയാൽ കാണാം. ഇതാണ് 82.5 ഡിഗ്രിയിലുള്ളത്. ആൻഡ് here also these are the longitudinal lines. There are many longitudinal lines are passing through our country. So 82.5 degree east considered the standard meridian of India. അപ്പോൾ ഈ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വർക്കുകളും പ്രോഗ്രാംസുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമ്മളും ഈ ടൈമാണ് ഫോളോ ചെയ്യുന്നത്. Okay. Do you like games like cricket, football? ഓക്കെ, നിങ്ങൾക്ക് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ, നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്. ബട്ട് അവിടുത്തെ ടൈം എന്ന് പറയുന്ന ഓരോ പ്ലേസിലും നടത്തുന്ന ഗെയിംസ് അവിടുത്തെ ടൈമിനെ ബേസ് ചെയ്തായിരിക്കും പ്രോഗ്രാംസ് ലൈവായിട്ട് കാണുന്നത്. ഇപ്പോൾ ഇൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മാച്ച് നടക്കുക സ്റ്റാർട്ടഡ് അറ്റ് 2 PM ഇൻ ലണ്ടൻ. ലണ്ടനിൽ വെച്ചിട്ടാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത്. ലണ്ടനിലെ ടൈം എത്രയാണ്? 2 PM ആണ്. ആൻഡ് ഇന്ത്യയിൽ 7:30 PM ആണ്. 7:30 PM. ഓക്കെ. ഡു യു നൗ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ. Now you can look this figure. Where is India? Here is India. Then London is here. And the India is located the east of Greenwich. ഗ്രീൻവിച്ചിൻ്റെ ഈസ്റ്റ് സൈഡിലാണ് ഉള്ളത് അല്ലേ. ദിസ് ഈസ്റ്റ് ഡയറക്ഷൻ, ഇത് വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ 12 ഹിയർ ക്രിക്കറ്റ് മാച്ച് ഇവിടെ 2 o'clock സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിൽ ആ സമയം ടൈം 7:30 ആണ്. അപ്പോൾ നോക്കുക, 2 PM എന്നുള്ള സമയം ലണ്ടനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7:30 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഈ 2 പ്ലേസും തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. What is the standard time of India? Yes, 82.5 degree east. Now we can find the time. How many time to rotate 1 degree? 1 degree റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 4 minutes ടേക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചു. സോ വി ക്യാൻ മൾട്ടിപ്ലൈ ദിസ് 82.5 degree into 4. That is 360 minutes. Now we can convert it into hour. 1 hour equal to how many minutes? Yes, 60 minutes. So we can convert this minute into hours. 330 divided by 60. That is 5.5. That means 5.5 means 5:30. 5:30 ahead of Greenwich time. 5 അവർ എന്താണ് ഗ്രീൻവിച്ച് ടൈമിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. സോ ഇറ്റ് വിൽ ബി 7:30 PM in India when it is 2 PM noon in London. Okay. Some countries have a great longitudinal extent and so they adopt more standard times.
You can take the example of Russia. Russia is the biggest country in the world. That Russia has 11 standard times. Russia has 11 standard times. The earth has been divided into 24 time zones. One day equal to 24 hours. That 24 time zones of 1 hour each. Each zone covered 15 degree longitudes. Each zone covers 15 degree of longitude. Okay. Now we can wind up our class today. We discussed longitude and time. The sun is the natural timekeeper throughout the world. Then we discussed then the earth rotates 360 in about 24 hours. That means 50 degree an hour, and 1 degree is equal to 4 minutes. Then we discussed the standard time. 82 half degree east is the Indian standard time. India is located east of the Greenwich. That the meridian is 82 half degree east. That is 5 hours and 30 minutes ahead of green meridian time. Okay. Our second chapter is over. Today our activity is, you look this picture. ഈ പിക്ചറിൽ ഉള്ളതുപോലെ നിങ്ങൾ വീട്ടിലും ചെയ്ത് നോക്കുക. നല്ല മഴയൊന്നും ഇല്ലാത്ത ടൈമിൽ, നല്ല വെയിലുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, വീടിന് മുറ്റത്ത് ഏതെങ്കിലും ഭാഗത്ത് ഒരു കമ്പ് നാട്ടി വെച്ച് അതിൽ ഓരോ രാവിലെ മുതൽ വൈകുന്നേരം വരെ സണ്ണിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഓരോ അവറിലുള്ള ചേഞ്ചസിനനുസരിച്ച് നിങ്ങൾ അതിലെ നിഴലിന് നേരെ വര വരച്ചിട്ട് ഇതിൽ കല്ലുകളൊക്കെ വെച്ച പോലെ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ടീച്ചറിൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ. You read well, study well. Thank you. Have a nice day.